കുട്ടികളെ മരുന്ന് കഴിപ്പിക്കാൻ പെടാപ്പാട് പെടുന്ന പല പാരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇത് വലിയൊരു ബുദ്ധിമുട്ടേറിയ ഒരു ചടങ്ങാണ്. പക്ഷെ ഇതെങ്ങനെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റും. നമ്മുടെ ടേസ്റ്റ് ബഡ്സ് നമ്മുടെ നാവിന്റെ ഓരോ ഭാഗത്തായിട്ടാണുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ മധുരം ഉള്ളത് ഈ ടിപ്പിലാണെങ്കിൽ ഏറ്റവും കയ്പുള്ളത് നേരെ സെൻട്രലുള്ള ഭാഗത്താണ് വരുന്നത്. അപ്പൊ കുട്ടികൾക്ക് പൊതുവെ നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ഈ ചവർപ്പ് ഒഴിവാക്കാൻ വേണ്ടി സൈഡിലേക്ക്, ആ ടങ്ങിന്റെ സൈഡിലേക്ക് കൊടുക്കുക, നേരെ തൊണ്ടയിലേക്ക് വെക്കാൻ പാടില്ല. അതും ഓക്കാനം വരും. അപ്പോൾ കൊടുക്കുമ്പോൾ സൈഡിലേക്ക് കൊടുക്കുക. പിന്നെ ചില മെഡിസിൻസിന്റെ ടേസ്റ്റ് കുട്ടികൾക്ക് പറ്റായികയുണ്ടാവാം, പ്രത്യേകിച്ച് സിങ്ക് അല്ലെങ്കിൽ അയേൺ പോലത്തെ മെഡിസിൻസ്. അപ്പോൾ അത് ചില ഭക്ഷണത്തിൽ മിക്സ് ആക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അയേണൊക്കെ ആണെങ്കിൽ പുളിയുള്ള വൈറ്റമിൻ സി ഉള്ള ചെറുനാരങ്ങ നീര് പോലത്തെ മിക്സ് ആക്കി കൊടുക്കാം. അത് പ്രത്യേകിച്ച് ഡോക്ടറോട് ചോദിച്ചു മാത്രം നിങ്ങൾ മിക്സ് ആക്കുക. ചിലത് ചൂട് കൂടിയ സാധനത്തിലേക്ക് മിക്സ് ആക്കുന്ന സമയത്ത് ഡാമേജ് ഉണ്ടാവുന്നത്, മറ്റ് ഭക്ഷണത്തിലേക്ക് മിക്സ് ആക്കുമ്പോൾ ഡാമേജ് ഉണ്ടാകുന്നത്, അങ്ങനത്തെ ടൈപ്പുകളുണ്ട്. അതുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചു മാത്രം ചെയ്യാം. പിന്നെ കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ സ്മൈൽ കൊടുക്കുക, അല്ലെങ്കിൽ ഹൈ ഫൈവ് പോലെ കൊടുക്കുക. അപ്പോൾ അവർക്ക് സ്വന്തമായി ചെയ്തൊരു നല്ലൊരു കാര്യമാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കലാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ മെത്തേഡൊന്നും ആയിട്ടില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളെ ഒന്ന് പേടിപ്പിച്ച്, ചെറുതായൊന്ന് പേടിപ്പിച്ച്, ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ സൂചി വെക്കും എന്നൊക്കെ പറഞ്ഞും പൊതുവെ എല്ലാവരും ചെയ്യാറുണ്ട്.